പോയിന്റിൽ നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അന്നും ഇന്നും ഒരേ ഒരു പോയിന്റിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ. എങ്കിലും TFT ആയിരുന്നെങ്കിൽ സംഭവം കളറായനെ. നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ യുവാക്കൾക്കിടയിൽ, ഇന്ന് അവർ യുവാക്കളല്ല, ഇന്ന് മധ്യവയസ്കരായിട്ടുണ്ടാവും, ബജാജ് എന്നാൽ പൾസറായിരുന്നു. ഓക്കെ, ഡിസ്കവർ ഉണ്ട്, പ്ലാറ്റിന ഉണ്ട്, പല മോഡലുകളുണ്ട്. പക്ഷേ കയ്യിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് കിട്ടുന്ന ഒരു ബൈക്ക് എന്ന നിലയ്ക്ക് ഒരു ആദ്യ വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്ക് ആ ഒരു പൾസറിലേക്ക് എത്താൻ വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നു. ഒരു വണ്ടി വാങ്ങി അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്തൊരു കട്ടിങ് എഡ്ജ് ടെക്നോളജികൾ കാണാൻ പറ്റും, പുതിയ സവിശേഷതകൾ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബജാജ് പൾസറിൻ്റെ ഒരു തൂവലായിട്ട് പറയാം. അങ്ങനെ പറയുമ്പോൾ കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചിരുന്ന വണ്ടിയായിരുന്നു ബജാജ് പൾസർ എന്ന് പറഞ്ഞാലും അതിശയോക്തിയൊന്നുമില്ല. ഈ പറയുന്ന കാര്യത്തിൽ കുറച്ചും കൂടി ഒരു കൃത്യമായ ഒരു ചിത്രം വേണമെങ്കിൽ 2008 ഞാൻ പൾസർ മേടിച്ചപ്പോൾ അത് എന്തിനു മേടിച്ചു എന്നൊരു കഥ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് 2016 ഞാൻ 220 വാങ്ങണ്ടായി. ആ ഒരു 220 വാങ്ങിയപ്പോഴും എനിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. ആ ഒരു റീസൺ തന്നെയാണ് 2024 നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ഒരു ബജാജ് പൾസർ N250 പറയാനുള്ളത്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് ആ റീസൺ എന്ന് പറയാം, ആ റീസണിൻ്റെ കൂടെ എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയാം, എല്ലാം തന്നെ പറയാം. ബജാജിൻ്റെ ആ ഒരു പൾസർ എന്ന് പറയുന്നത് അവരുടെ ചരിത്രത്തിലെ പൊൻതൂലാണെന്ന് പറയാൻ കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നത് 220 നിങ്ങൾക്കറിയില്ലേ, ഇന്ത്യയിൽ ഒരു കാലത്ത്. ആ ഒരു വണ്ടി പിന്നീട് കാർബറേറ്റർ ആവുണ്ടായി. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് വണ്ടികൾ ഇവരിറക്കി ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ബജാജിൻ്റെ പൾസറിൻ്റെ ഒരു സീരീസിനെ കുറിച്ച് പറഞ്ഞാൽ ക്ലാസിക് ഉണ്ട്, ഇപ്പോൾ N സീരീസ് ഉണ്ട്, NS സീരീസ് ഉണ്ട്, അങ്ങനെ വിവിധമായ സീരീസുകളുണ്ട്. അപ്പോൾ N സീരീസിൻ്റെ ഈ ഒരു 250 പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വണ്ടി എന്ന് പറയുന്നത് ഇവരുടെ ഫ്ലാഗ്ഷിപ്പാണ്. N സീരീസിൻ്റെ ഫ്ലാഗ്ഷിപ്പാണ് N250 എന്നുള്ളതാണ്. എനിക്ക് ഒരിത്തിരി ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കാലങ്ങൾക്ക് മുന്നേ 2008 അല്ലെങ്കിൽ 2014 സഞ്ചരിച്ച വണ്ടിക്ക് ഇപ്പോൾ 2024 എത്തിയപ്പോൾ കാലത്തിനൊപ്പം ഓടാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള സംശയമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇതിനകത്തൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ എന്ന് പറയുന്നത് ശരിക്കും 10x10 നാവിഗേഷനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെയുള്ള ഒരു സ്ക്രീനാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ശരിക്കും ഒരു 10 വർഷം മുന്നേയൊക്കെ വണ്ടിയിൽ കാണുന്ന പറയുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് ബജാജ് പൾസർ N250 പ്രൈസ് എന്നുള്ളതാണ്. 1,53,000 രൂപയ്ക്കുള്ളിലാണ് ഇതിൻ്റെ കൊച്ചിയിലെ എക്സ്ഷോറൂം പ്രൈസ്. വാലിഡ് പ്രൈസിംഗ് ആണ്, നല്ല പ്രൈസിംഗ് ആണ്. പിന്നെ ആ ഒരു പ്രൈസും ഈ ഒരു ഫീച്ചേഴ്സും വെച്ചിട്ട് ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. N250യുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പറയാനുള്ളത്. വണ്ടി മൊത്തത്തിൽ ഒരു ബൈക്ക് എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ പൾസറിൻ്റെ ഒരു ഫാൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇന്ന് ആ ഒരു പൾസറിൻ്റെ ഫാൻ ആണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കഥകൾ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടമല്ല പറയേണ്ടത്, വണ്ടിയെക്കുറിച്ചുള്ള ആ ഒരു അഭിപ്രായം വളരെ ക്ലിയറായിട്ട് പറയണം. അങ്ങനെ പറയുമ്പോൾ ചെറിയ ഫോൾട്ടുകൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും ഒരു ടോട്ടലി ഒരു ബൈക്ക് എന്ന നിലയ്ക്ക് ഇത് നല്ല രസമുണ്ട് വണ്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ഓടിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ടാങ്കും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു സീറ്റുകളും ഇതൊക്കെ തന്നെയും ഒരിത്തിരി കാലികമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ സീറ്റിന് അത്യാവശ്യം നല്ല കുഷിനി ഫീൽ ഉണ്ട്. ഇതൊരു ഇത്തിരി താഴേക്കുള്ള സീറ്റാണ്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ആ ഒരു വൃത്തിയായിട്ട് കാല് നിലത്ത് വയ്ക്കാവുന്ന ഒരു കണക്കിലാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് പറഞ്ഞാൽ 5.7 ആണ്. എനിക്ക് ഈ വണ്ടി അത്യാവശ്യം ഫ്ലിക്ക് ചെയ്യാനും സിറ്റിയിൽ ഓടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം ഷോർട്ട് ഹാൻഡിലാണ്. ഈ ഒരു ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ സിറ്റി യൂസിനായിരിക്കും കൂടുതൽ ചേരുക. ഇപ്പോൾ ഹൈവേ യൂസിനോ അല്ലെങ്കിൽ ലോങ് റൈഡിനോ എങ്ങനെ ഇരിക്കുന്നുള്ളത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഓടിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 2008 യുവാക്കളും അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കളും തമ്മിലുള്ള ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസമായിട്ട് പറയാം. ഇപ്പോൾ ഈ ഒരു വണ്ടി കണ്ടോ, ഇതിൻ്റെ ഹെഡ് ലാമ്പിനൊരു ഹ്യൂമൻ ഫേസില്ലേ, എൻ്റെ ഒരു മുഖമായിട്ടൊരു സാമ്യം തോന്നില്ലേ. അതായത് പ്രൊജക്ട് ഹെഡ് ലാമ്പാണ്, 2 DRL ഉണ്ട്. പക്ഷേ ഇതിന് ക്ലാസിക് പൾസറുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പൾസറുമായിട്ടോ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഹ്യൂമൻ ഫേസുള്ള ഹെഡ് ലാമ്പാണ് എന്നുള്ളതാണ്. ഇത് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം, ഹേറ്റ് ഇറ്റ് ഓർ ലവ് ഇറ്റ് ആണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് ബജാജ് തന്നെ പറയുന്ന MT-15 അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആ ഒരു ഏലിയൻ്റെ രൂപമുണ്ട് ഹെഡ്ലൈറ്റിന്. ജനകോടികളുടെ വിശ്വസ്ത ബൈക്കാണല്ലോ ബജാജ് പൾസർ. അപ്പോൾ ഈ ഒരു N250ക്ക് പ്രധാനമായിട്ട് വന്ന പുതുമയുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് ഡ്യുവൽ ചാനൽ ABS ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു USD, അതായത് അപ്സൈഡ് ഡൗൺ ഫോർക്ക് കണ്ടോ, വലിയ ഫോർക്ക്, ഈ ഫോർക്കിൻ്റെ ഒരു കളർ കണ്ടോ, ഇതെല്ലാം കൗതുകങ്ങളാണ്. 3 കളറുകളിൽ ലഭ്യമായിട്ടുള്ള ബജാജ് പൾസർ N250ക്ക് റെഡിനും വൈറ്റിനുമാണ് ഈ ഒരു കളറുള്ള ഫോർക്ക് കിട്ടുള്ളൂ, ബ്ലാക്കിന് ഇതില്ല. പിന്നെ വലിയ ഡിസ്ക് ബ്രേക്കാണ്. വലിയ ഡിസ്ക് ബ്രേക്കിൽ ആ ഒരു ഡ്യുവൽ ചാനൽ ABS ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് 110 സൈസാണ് ഈ ടയർ എന്ന് പറയുന്നത്. അപ്പോൾ ബജാജിൻ്റെ തനതായിട്ടുള്ള ആ ഒരു സ്റ്റിക്കറുകളൊക്കെ തന്നെ കാണാം. ഇവിടെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഇവിടെ കൊടുത്ത ഒരു കൗള് പോലുള്ള ഒരു ചെറിയൊരു പീസ് അത്യാവശ്യം ഭംഗി തോന്നിച്ചു. പക്ഷേ ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ചെറുതാണ്, ലിറ്റിലാണ്. ഈ മീറ്റർ ക്ലസ്റ്റർ നോക്കി, ഇവിടെയാണ് നമ്മളടുത്തുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ പരാതികൾ തുടങ്ങുന്നത്. അതായത് ഫിറ്റ് ആൻഡ് ഫിനിഷിലുള്ള ഒരു കുറവ് നമുക്ക് ഈ ഒരു ഗ്യാപ്പും തുടങ്ങുകയാണ്. കണ്ടോ,
ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ശരിക്കും വിസിബിൾ അല്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയും അത്യാവശ്യം എനിക്ക് തോന്നുന്നു പ്രൈസ് പോയിന്റിൽ അത് വലിയ കാര്യമായിട്ട് തോന്നില്ല, എന്നാലും ആ ഒരു കാര്യമായിട്ട് കാണാം. പിന്നെ ഈ ഒരു സ്വിച്ചുകൾ കണ്ടോ, ശരിക്കും ബജാജ് പൾസർ നമ്മുടെ ആ ഒരു 220 നിന്നും അല്ലെങ്കിൽ 2008 പൾസർ നിന്നും മാറ്റം എന്നാണ് ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഈ ഒരു ഇളക്കമുള്ള ആ ഒരു സ്വിച്ചുകൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ ശരിക്കും 2008 തന്നെ നിൽക്കുകയാണ്. കൂടാതെ ഈ ഗ്രിപ്പിനൊരു ഇത്തിരി കൈവേദന ഉണ്ടാകുന്നുണ്ട്, അതൊരു പ്രശ്നമായിട്ട് തോന്നി. ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് ക്ലിപ്പ് ഓൺ അല്ല, സാധാ ഒരു ട്യൂബ് ഹാൻഡിലാണ്, വിച്ച് ഈസ് ഗുഡ്. എനിക്ക് ഈ ഹാൻഡിലാണ് ഇഷ്ടമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ കൊടുത്ത ഈ ഒരു സ്വിച്ച് എം എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ടല്ലോ, ഈ മോഡ് മരുന്ന ഈ സ്വിച്ചിൻ്റെ എം എന്ന് പറയുന്ന ഫോണ്ടിനൊരു കൗതുകമില്ലേ. ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഒരു എം കൂടി എഴുതിയേക്കാം എന്ന് തീരുമാനിച്ച പോലെ എഴുതിയിട്ടുള്ള ഒരു ഫോണ്ടാണെന്ന് തോന്നി, അല്ലെങ്കിൽ ഒരു ലെറ്ററാണെന്ന് തോന്നി. പൾസറിൻ്റെ ഒരു പേര് ഒരു കൊടുത്തിരുന്ന ടാങ്കിൻ്റെ മുന്നിലുള്ള ആ ഒരു വിങ്ങിലാണ്. മാത്രമല്ല സ്പ്ലിറ്റ് സീറ്റാണ്. ഈ സീറ്റിൻ്റെ ഇവിടെ പൾസർ എന്നുള്ള ഒരു മോണിക്കർ ഉണ്ട്, നമുക്ക് ചാരിക്കാനൊക്കെ പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാബ് ഹാൻഡിലും നമ്മുടെ പൾസറിൻ്റെ തനതായ ഗ്രാബ് ഹാൻഡിലാണ്. അതിനും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, യുവാക്കൾ അല്ലെങ്കിൽ 2008 യുവാക്കൾക്ക് ഇഷ്ടം ക്ലാസിക്കായിരുന്നു. ഇന്നത്തെ യുവാക്കൾക്ക് ഇഷ്ടം അതല്ല, ടേസ്റ്റ് മാറിയിട്ടുണ്ട്. അത് ബജാജിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബജാജ് പല പല വണ്ടികൾ ഇറക്കിക്കൊണ്ട് പരീക്ഷിക്കുന്നത്. ആ ഒരു പരീക്ഷണം N250 എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഹാങ്ങർ കണ്ടില്ലേ, ഈ ഒരു ഹാങ്ങർ, അതായത് ഹാങ്ങർ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ലൈറ്റിൻ്റെ ഒരു പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ്. ഇതിലാണ് ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു ബാക്കി എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ സ്പ്ലാഷ് കാണിക്കാൻ വേണ്ടി ഒരു ഹഗ്ഗർ കൂടി കൊടുത്തുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ആരും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും പല നമ്പർ പ്ലേറ്റുകളും ഒരു ടേസ്റ്റ്ഫുള്ളി അല്ലാണ്ട് ഇവിടുന്ന് പറിച്ച് ഇവിടെ ഒട്ടിച്ചിട്ടൊക്കെ നമ്മൾ R15 കണ്ടുണ്ട്. തീർത്തും വൃത്തിയാണ് പറയേണ്ട അവനെ ഓരോരുത്തർ ടേസ്റ്റില്ലേ. ടെയിൽ ലാമ്പുകളും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടെയിലാമ്പുള്ള ഒരു മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കീ ഹോൾ തീർത്തും വെൽ ആയിട്ട് ആ ഒരു തീർത്തും ഭംഗിയായിട്ട് ഒളിച്ചു വെച്ചത് നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ മോണോ ഷോക്കാണ് പിന്നിൽ, ആ ഷോക്ക് അഡ്ജസ്റ്റബിൾ ആണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. പിന്നിലും ഡിസ്ക് ബ്രേക്ക് കാണാം, അത് പറയേണ്ട കാര്യമില്ല. ഡുവൽ ചാനൽ ABS ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു എക്സോസ്റ്റിന് 2 പൈപ്പുകളുണ്ട്. കൂടാതെ ഇവിടെ ആ ഒരു 140 സൈസ് വലിയ ടയർ കാണാനുള്ളതാണ്. രണ്ടും MRF ടയർ തന്നെയാണ്, തീർത്തും വലിയ ടയറാണെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് മൊത്തത്തിൽ ഗ്രാഫിക്സിൻ്റെ ഒരു അതിപ്രസരം കാണാം. അതായത് ഇതിന് മുകളിൽ സ്റ്റിക്കറുകളുണ്ട്. 250 ആണ് എന്നുള്ളത് ഇങ്ങനെ വിളിച്ച് പറയും, ഇത് 250 ആണ് എന്നെല്ലാവരും പറയുന്ന പോലെ ഒരു വലിയ സ്റ്റിക്കർ കാണാം. ഇവിടെ ആ ഒരു N250 എന്നുള്ള ഗ്രാഫിക്സ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ചെറിയ എക്സോസ് പൈപ്പാണ്, അടിയിലല്ല, അത് മുകളിൽ തന്നെയാണ്. പിന്നെ കണ്ണാടി കണ്ടോ, ഈ കണ്ണാടി അല്ലെങ്കിൽ മിററുകൾ എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്, പക്ഷേ അത് അവിടെ തീരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ബെസ്റ്റ് മിറേഴ്സായിട്ട് അപ്പാച്ചയുടെ മിറർ തന്നെയാണ് കാണുന്നത്. കാരണം ഈ ഒരു മിററിൽ കാഴ്ചയ്ക്ക് കുറവുകളുണ്ട് എന്നുള്ളതാണ്. മീറ്റർ ക്ലസ്റ്ററിൻ്റെ ആ ഒരു പരാതി ഞാൻ പറഞ്ഞെങ്കിലും അതിനകത്ത് ഗുണമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ബജാജ് പൾസറിൽ കുറേ അധികം കാര്യങ്ങൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് റൈഡ് മോഡുകളുണ്ട്, റെയിൻ, റോഡ്, ഓഫ് റോഡ് മോഡുകളുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫ് റോഡ് മോഡിൽ സ്വിച്ചബിൾ ABS ഉണ്ട്, അങ്ങനെ സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. കൂടാതെ ABS നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിനകത്ത് കടന്ന് കയറാനേ ഉള്ളൂ. ആ ഒരു ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം. പറഞ്ഞേ ബജാജ് പൾസർ N250 അകത്തുള്ള മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും കാര്യങ്ങൾ എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാം എന്നുള്ളൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡോട്ടഡ് ഡിസ്പ്ലേ ആണ്, കളറല്ല. അത് മാത്രമല്ല ഈ മോഡ് എന്ന് പറയുന്ന മോഡ് നമുക്ക് വെറുതെ പ്രസ് ചെയ്താൽ ആ ഒരു ട്രിപ്പ് മീറ്ററിലേക്ക് എത്തും. ഒന്നുകൂടി അമർത്തി പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു റോഡും അല്ലെങ്കിൽ ഒരു റെയിനും അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് മോഡിലേക്ക് ആകാം. ഓഫ് റോഡ് മോഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു MTC ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഓക്കെ, നാവിഗേഷൻ്റെ 10x10 നാവിഗേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കാണാം, ശരിയാണ്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു സ്വിച്ചോ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റുക ചെയ്തത് നന്നായിരുന്നു തോന്നി. അതായത് കളർ ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ടും TFT അല്ലാത്തതുകൊണ്ടും ഈ ഒരു ഡോട്ടഡ് ഡിസ്പ്ലേ ആയതുകൊണ്ടും അകത്ത് കയറാനും പണിയെടുക്കാനും ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു എന്താ പറയുക ഓഡിയൻസ്, അതായത് ശരിക്കും ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു യുവാക്കളുടെ ഒരു ഇടയിലേക്കാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു TFT സ്ക്രീനൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് പോയിന്റിൽ ഓക്കെ ബ്ലൂടൂത്ത് ഉണ്ട്, 10x നാവിഗേഷൻ ഉണ്ട്, അല്ലാണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു വിലയുടെ കാര്യം വരുമ്പോൾ നമുക്ക് സാധൂകരിക്കപ്പെടുന്നുണ്ട്. എങ്കിലും TFT ആയിരുന്നെങ്കിൽ സംഭവം കളറായനെ. ബജാജ് പൾസർ N250 ഓടിക്കുമ്പോൾ ശരിക്കും 2008 2016 2014 ഈ ഒരു കാലഘട്ടങ്ങളാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. 2023 നമ്മൾ ഓടിച്ചു, വേറൊരു പൾസറും ഓടിക്കേണ്ടതുണ്ട്, അത് 150 ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് എഞ്ചിനിലാണ്. ഫ്യൂൽ ഇഞ്ചക്ഷനും ആ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ശരിക്കും സ്മൂത്തായ ഒരു വണ്ടിയായിട്ട് ബജാജ് പൾസർ മാറിയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഓടിക്കാനായിട്ട്, വളരെ ഫ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ഉണ്ട്, ഇരിക്കുന്ന പോസ്റ്റ് നല്ലതാണ്. അപ്പോഴും ആ ഒരു കൈ വേനിക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞ കാര്യം അതുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ സീറ്റിംഗ് പോസ്റ്റ് നല്ലതായതുകൊണ്ടും നമ്മൾ ഈ ഒരു ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നമുക്ക് ആ ഹാൻഡിലേക്ക് എത്താനായിട്ട് അധികം ഒരു ആയാസപ്പെടേണ്ടതില്ല എന്നുള്ളതുകൊണ്ടും ഓടിക്കാനായിട്ട് അത്യാവശ്യം നല്ല ഒരു രസം തോന്നി. സിറ്റി യൂസാണ് കൂടുതൽ, ഇപ്പോൾ ലോങ് ഡ്രൈവ് നമ്മൾ ഓടിച്ച് നോക്കിയിട്ടില്ല. പിന്നെ പറയേണ്ട കാര്യം ഒരു എഞ്ചിൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ്. ഈ വണ്ടിക്ക് 24.5 PS, അതായത് 5 HP ആ ഒരു പവർ ഉണ്ട്. അത് 8750 RPM-ലാണ്. കൂടാതെ 21.5 Nm ടോർക്ക്. അത് വരുന്നത് 6500 ആ ഒരു ടോർക്ക് ലെവലിലാണ്, 6500 RPM ആ ലെവലിലാണ് ടോർക്ക് വരുന്നത്.
അപ്പോൾ ഈ ഒരു ടോർക്കും പവറും വെച്ചിട്ട് എനിക്ക് തോന്നിയത് രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഓക്കെ ലോ ആൻഡ് ടോർക്ക് കൊള്ളാം, ഫസ്റ്റ് ഗിയർ എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ അപ്പോഴും ഒരു അഗ്രസീവായിട്ട് ചാടി പോകുന്ന ഒരു പ്രശ്നമൊന്നുമില്ല, സ്മൂത്തായിട്ട് എടുത്ത് പോകുന്നുണ്ട്. മിഡ് റേഞ്ച് നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ടോപ്പ് എൻഡിൽ നമ്മൾ കയറി നോക്കിയില്ല, ഓക്കെ ടോപ്പ് എൻഡ് നല്ലതായിരിക്കും, കാരണം ഈ ഒരു വണ്ടി അത്യാവശ്യം ആ ഒരു ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ 9,000 RPM എത്തുന്ന ഒരു കണക്ക് നോക്കുമ്പോൾ ബൈക്കാണല്ലോ, എന്തായാലും ടോപ്പ് എൻഡ് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ തേർഡ് ഗിയറിൽ ഞാൻ സിറ്റിയിലൂടെ ഓടിക്കുമ്പോൾ ശരിക്കും വളരെ മെല്ലെ ഓടിക്കാൻ ശ്രമിച്ചു നോക്കി. അതായത് 30 കിലോമീറ്റർ സ്പീഡിലേക്ക് താഴ്ത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാവുന്നുണ്ട്. ലോ ആൻഡ് ടോർക്കിൻ്റെ അവിടെ ആ ഒരു വരുന്ന കുറവ് നമുക്കവിടെ ശരിക്കും കിട്ടുന്നുണ്ട്. അതായത് ഒരു ഇത്തിരി കൂടി ആ ഒരു ഷിഫ്റ്റിംഗ് ആവശ്യം വരുന്നുണ്ട് സിറ്റിയിൽ ഓടിക്കുമ്പോൾ. സെക്കൻഡിലേക്ക് ഇട്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ ഹമ്പലം ട്രാക്കിലാണ്, അല്ലെങ്കിൽ നമ്മൾ സിറ്റിയിലേക്ക് ഓടിക്കുമ്പോൾ ശരിക്കും ഒരു വണ്ടീനെ ആ ഒരു ഓട്ടയ്ക്ക് നോക്കുമ്പോഴൊക്കെ ശരിക്കും സെക്കൻഡിലേക്ക് ഇട്ടാൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയ നോക്കിംഗ് ഒക്കെ വരും. അപ്പോൾ ലോ ആൻഡ് ടോർക്ക് ഓക്കെ സഫീഷ്യൻ്റ് ആണ് എന്ന് പറയാം. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റി ആണല്ലോ. റൈഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഫ്രണ്ടും ബാക്കും ആ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നി വലിയ വിടുത്തുള്ള ഫോർക്കിൻ്റെ ആ ഒരു ഉള്ളിൽ നിൽക്കുന്ന ഫ്രണ്ട് വീലും വലിയ പിൻവീലും കൂടി ചേർന്നിട്ട് നല്ല ഒരു രസമായിട്ട് നമ്മൾ ഓടിക്കുമ്പോഴും ആ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിൻ്റെയും റൈഡിൻ്റെയും കാര്യത്തിൽ ഒരു ഇത്തിരി ഒരു സ്റ്റിഫ് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബാക്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ ഒരു ഇത്തിരി സ്റ്റിഫാണ്, പൾസറിൻ്റെ തന്നെ സ്വഭാവം തന്നെയാണ്. അത് വളരെ സോഫ്റ്റ് അല്ല, എന്നാൽ വളരെ സ്റ്റിഫ് അല്ല, ഒരു ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഈ ഒരു പൾസറിനുള്ളത് എന്നുള്ള. അപ്പോൾ ഹാൻഡിലിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷോർട്ട് ഹാൻഡിലായതുകൊണ്ട് തന്നെ ശരിക്കും ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനായിട്ട് സിറ്റിയിൽ നല്ല ഈസി ആയിട്ട് തോന്നി. ഓക്കെ ട്രാക്കിൽ ഓടിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക വലിയ ഫാസ്റ്റായിട്ട് ഓടിക്കാനോ പറ്റിയ ഒരു വണ്ടിയൊന്നും അല്ല ഈ ഒരു പൾസർ N250 എന്ന് പറയുന്നത്. ഇത് സാധാരണ ആൾക്കാർക്ക് സിറ്റിയിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ട്രിപ്പിന് വേണ്ടി എടുത്ത് ഓടിക്കാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് കാണാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ തീർത്തും തക്കതായിട്ടുള്ള ആ ഒരു റിലവൻസ് ഉള്ള അല്ലെങ്കിൽ തക്കതായിട്ടുള്ള ഒരു മെറിറ്റുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു ബജാജ് പൾസറിൻ്റെ N250 എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു. ബ്രേക്കിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിന് ഡുവൽ ചാനൽ ABS ഉണ്ട്, വലിയ ഡിസ്ക് മുമ്പിലും ചെറിയ ഡിസ്ക് പിന്നിലും. അപ്പോൾ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു കാര്യവും കൂടാതെ ഈ ലിവർ ഉണ്ടല്ലോ, ബ്രേക്ക് ലിവർ, ഈ ബ്രേക്ക് ലിവറിൻ്റെ ആ ഒരു ട്രാവൽ എന്ന് പറയുന്നത് ഒരു ഇത്തിരി അറ്റത്തായതുകൊണ്ട് എത്തിപ്പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. ഒരു അഡ്ജസ്റ്റബിൾ ഒരു ലിവർ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. പക്ഷേ നമുക്ക് അത്രയൊന്നും ചോദിക്കാൻ പറ്റില്ല, കൊടുക്കുന്ന കാശുള്ള സാധനമല്ലേ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വേണ്ട ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് മനസ്സിൽ വെച്ചിട്ടാണ് ആലോചിക്കുക. പിന്നെ പറഞ്ഞൊരു കാര്യം 2008, 2016, 2024 പറഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയുടെ കാര്യമാണ്. ബജാജ് എന്നും പെയിൻറ്റ് ക്വാളിറ്റിയിൽ മികച്ചു നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു കാര്യത്തിൽ തന്നെ ഈ ഒരു വണ്ടിക്കും കാണാം ഇതിന് ഒരു USB പോർട്ട് കൊടുക്കുന്നത് ഒരു എക്സ്ട്രാ കാര്യമായിട്ട് പറയാനാണെങ്കിൽ. കൂടാതെ ആ ഒരു ഇൻഡിക്കേറ്റർ വെച്ച പാനലുകളൊക്കെ അത്യാവശ്യം നല്ലതാണ്, ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്ക് പിൻ മിററിൻ്റെ കാര്യത്തിൽ പരാതികളുണ്ട്, കൂടാതെ ഈ സ്വിച്ചിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യത്തിൽ പരാതികളുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയും നമ്മൾ വീണ്ടും ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓക്കെ കരക്കെത്തി മുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. എന്ത് പറഞ്ഞു വന്നാലും ഇത്രയല്ലേ പ്രൈസിൽ പറയുമ്പോൾ നമ്മൾ അതൊക്കെയാണ് പിൻവലിക്കും. അതായത് എനിക്കറിയാം 2014 ഞാൻ ആ ബജാജ് പൾസർ 220 മേടിക്കുന്നത് ഏകദേശം 1,14,000 രൂപയ്ക്കാണ്. അപ്പോൾ ഇന്ന് 14,000 ആണോ? ഓക്കെ 10,000 രൂപയുടെ ഉള്ളിൽ. എന്നാൽ ഇന്ന് ഇതിന് 1,53,000 രൂപയ്ക്കുള്ളിൽ കിട്ടുമ്പോൾ ഒരു 1,75,000 രൂപയ്ക്കുള്ളിലൊക്കെ ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് കാണുമ്പോൾ അധികം ഒരു വില കൂടിയിട്ടില്ല എന്നുള്ളത് ഒരു ഗുണമായിട്ട് തന്നെ കാണാം. അതൊക്കെ ഈ ഒരു ബജാജ് പൾസറിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് എന്നുള്ളതാണ്. ബജാജ് പൾസറിൻ്റെ എനിക്ക് തോന്നുന്നു NS സീരീസിന് വിഭിന്നമായിട്ട് ഈ വണ്ടിക്കകത്ത് 5 സ്പീഡ് ഗിയർ ബോക്സാണ്, സ്ലിക്ക് ഷിഫ്റ്റാണ്, ക്ലച്ചൊക്കെ തീർത്തും ലൈറ്റാണ്. ഈ ക്ലച്ചിൻ്റെ ആ ഒരു കാര്യത്തിൽ ഈ ബ്രേക്കിൻ്റെ പ്രശ്നമില്ല, അതായത് എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം ക്ലച്ച് തീർത്തും ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് 2 ഫിംഗേഴ്സ് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യാനും ഈസിയാണെന്നുള്ളതാണ്. അപ്പോൾ 5 ഗിയർ 6 ഗിയർ ആയിരുന്നെങ്കിലും തോന്നി ഓക്കെ നമ്മുടെ തോന്നുന്നത് പ്രസക്തിയില്ലല്ലോ. ഇനി പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ടെക്നോളജിക്കലി ആ ഒരു ഇമ്പ്രൂവ് ആയ ഒരു കാര്യം കൂടി പറയണം. ആ ഒരു കാര്യത്തിൽ വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല സ്വിച്ചബിൾ ആയിട്ടുള്ള ആ ഒരു ട്രാക്ഷൻ കൺട്രോളും ABS ഒക്കെയാണ്. പിന്നെ സ്ലിപ്പർ ക്ലച്ചുള്ള ഒരു വണ്ടി കൂടിയാണ് പൾസർ N250 എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം പാക്കഡാണ് വണ്ടി. ചെറിയ ഫ്ലോ എന്നല്ല പറയാൻ പറ്റും, ആ വിലയ്ക്കുള്ളിൽ നിർത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള കോസ്റ്റ് കട്ടിങ് ആയിട്ടുള്ള മെഷേഴ്സ് അത് ബജാജിന് ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ചെയ്യില്ലല്ലോ. കാരണം എന്തായാലും കൂടുതൽ ടെക്നോളജിക്കലി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ് ബജാജ് എപ്പോഴും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അവരത് ഓക്കെ ഇത് വേണ്ട എന്ന് വെച്ചാണെന്നുള്ളത്. പക്ഷേ പ്രൈസ് പോയിന്റിൽ നിർത്താൻ വേണ്ടി ചെയ്ത കോസ്റ്റ് കട്ടിങ് ആയിരിക്കാനാണ് വഴി. ആ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഒരു പോയിന്റിൽ നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല, കാരണം അന്നും ഇന്നും ഒരേ ഒരു പോയിന്റിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് പ്രൈസാണ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ വാല്യൂ ഫോർ മണി പ്രപ്പോസലിൽ കിട്ടുന്ന ഒരു 250cc ബൈക്ക് എന്ന നിലയ്ക്ക് തീർത്തും ഈ ബജാജ് പൾസർ N250ക്ക് ഒരു റിലവൻസ് ഉണ്ട്. അത് തന്നെയാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. എനിക്ക് എന്തായാലും ഈ വണ്ടിയുടെ ലോങ് ഒന്ന് ഓടിച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഓടിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.